ഹിജാബിനെ ചൊല്ലിയുള്ള കലഹങ്ങളും പ്രതിഷേധങ്ങളും ഇന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം രാജ്യമാണെങ്കിലും ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നാടിനെ കുറിച്ച് അറിഞ്ഞാലോ? താജിക്കിസ്ഥാൻ. ഭരണഘടനാപരമായ മതേതര രാജ്യമാണ് താജിക്കിസ്ഥാൻ. ഇവിടുത്തെ ജനസംഖ്യയുടെ 95% മുസ്ലിങ്ങളാണ്. മതസ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട്. എന്നാൽ ഇവിടെ ഒരാളുടെ മതം ആചരിക്കുന്നത് സർക്കാരിന്റെ കർശന നിയന്ത്രണത്തിലാകണമെന്ന് പ്രത്യേക നിർദ്ദേശവുമുണ്ട്. ഇതിനു പുറമെ ഹജ്ജിന് പോകുന്നവരുടെ എണ്ണത്തിലും നിയന്ത്രണമുണ്ട്. താജിക്കിസ്ഥാന് സമ്പന്നമായ ചരിത്രമുണ്ട്. ഏകദേശം 3 പതിറ്റാണ്ടുകളായി പ്രസിഡന്റ് ഇമോമാലി റഹ്മാനാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ 18 വയസ്സിനുള്ള താഴെയുള്ള വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിക്കുന്നത് തടയുന്നതിനും ചില നിയമങ്ങളുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശവസംസ്കാര ചടങ്ങുകൾ ഒഴികെ പൊതുമതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ശവസംസ്കാരം, വിവാഹം തുടങ്ങിയ സ്വകാര്യ ചടങ്ങുകളും നിയമം വഴി നിയന്ത്രിക്കുന്നു. എത്ര പേർ പങ്കെടുക്കും, ഈ ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നത് സർക്കാർ തീരുമാനിക്കും. ഇന്നും ഈ സാഹചര്യങ്ങൾ മാറിയിട്ടില്ല. അതുപോലെ തന്നെ പുരുഷന്മാർ താടി വളർത്തുന്നതിനും വിലക്ക്. 2022 ദുഷാൻബെയിലെ ഇസ്ലാമിക് പുസ്തകശാലകൾ നിർബന്ധിതമായി അടച്ചുപൂട്ടി എന്നാണ് US റിപ്പോർട്ട്. സർക്കാർ അനുമതിയില്ലാതെ മതപരമായ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ പോലും കഴിയില്ല. 2023 വീണ്ടും കടകൾ തുറന്നുവെങ്കിലും ഇസ്ലാമിക പുസ്തകങ്ങൾ വിൽക്കാൻ അനുവാദമില്ലെന്നാണ് റിപ്പോർട്ട്. ഹിജാബ് നിരോധിച്ച മുസ്ലിം രാഷ്ട്രം എന്നതിനൊപ്പം തന്നെ പ്രാധാന്യമാണ് ഹിജാബിനായി ഒരു ദിനം എന്നതും. എല്ലാ വർഷവും ഫെബ്രുവരി 1 ഹിജാബ് ദിനമായി ആചരിക്കുന്നത്. 2013 ഫെബ്രുവരി 1 മുതലാണ് ലോക ചരിത്രത്തിലേക്ക് ഹിജാബിനായി ഒരു ദിനം കടന്നെത്തിയത്. എന്താണ് ഹിജാബ് ദിനം? ഈ ദിനം ആചരിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഈ ദിനത്തിന്റെ ഉപജ്ഞാതാവ്? ഇതിനെല്ലാം കൃത്യമായ ഉത്തരമുണ്ട്. ന്യൂയോർക്കിലെ താമസക്കാരിയ നജ്മ ഖാൻ എന്ന വനിതയാണ് ഹിജാബ് ദിനത്തിന്റെ പിന്നിൽ. ഹിജാബ് എന്ന ആ വസ്ത്രത്തിന്റെ സുരക്ഷിതത്വം ലോകത്തിന് പരിചയപ്പെടുത്തി നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ലോക ഹിജാബ് ദിനത്തിന് അവർ തുടക്കം കുറിക്കുന്നത്. മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രം അടിച്ചമർത്തലിന്റെ പീഡനത്തിന്റെ അടയാളമായി വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ദിനത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നാണ് നജ്മ പറയുന്നത്. ഹിജാബ് അണിയാൻ വിമുഖത കാണിക്കുന്ന മുസ്ലിം സ്ത്രീകളെയും അമുസ്ലിം സ്ത്രീകളെയും അതിന്റെ ലക്ഷ്യവും സുരക്ഷയും ബോധ്യപ്പെടുത്തുകയാണ് ഈ ദിനത്തിലൂടെ നജ്മ ലക്ഷ്യമിട്ടത്. നജ്മ ഖാൻ താമസിക്കുന്നത് ന്യൂയോർക്കിലാണെങ്കിൽ അവർ ഒരു അമേരിക്കക്കാരിയല്ല, ബംഗ്ലാദേശ് സ്വദേശിനിയാണ്. ബംഗ്ലാദേശിൽ നിന്നും 11ാം വയസ്സിലാണ് നജ്മ ന്യൂയോർക്കിലേക്ക് വന്നത്. താൻ അമേരിക്കയിൽ എത്തിയപ്പോൾ ഹിജാബ് അണിഞ്ഞ കുട്ടിയായി താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നജ്മ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിജാബിന്റെ പേരിൽ ആൾക്കൂട്ടത്തിൽ പലപ്പോഴും അവഹേളിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവർ ഓർക്കുന്നു. അമേരിക്കയിൽ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം ബാറ്റ്മാൻ എന്നും നിഞ്ച യോദ്ധാവും എന്നൊക്കെ ഇരട്ടപ്പേര് വിളിച്ച് കൂട്ടുകാർ കളിയാക്കിയിട്ടുമുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം നടന്ന 2001 ശേഷം മറ്റുള്ളവരുടെ പെരുമാറ്റം സഹിക്കാൻ പറ്റില്ലായിരുന്നു. പലപ്പോഴും ഉസമ ബിൻ ലാദനായും തീവ്രവാദിയായും ഒക്കെ മുദ്ര കുത്തപ്പെട്ടു. അന്ന് ജനങ്ങളുടെ പെരുമാറ്റം ഏതൊരു മുസ്ലിം സ്ത്രീയെയും പോലെ തന്നെയും വേദനിപ്പിച്ചിരുന്നു എന്നാണ് നജ്മ ഓർമ്മിക്കുന്നത്. ഇത്തരം വിവേചനങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിനുള്ള ഉത്തരവും അവർക്കുണ്ടായിരുന്നു. കൂട്ടുകാരികൾ ഹിജാബിലേക്ക് വന്നാൽ മാത്രമേ ഇത്തരം വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചു. എല്ലാവരും ഹിജാബ് ധരിക്കുന്ന ഒരു ദിനം. ആ ചിന്തയിൽ നിന്നാണ് ഹിജാബിനായി ഒരു ദിനം എന്ന ആശയം എത്തിയതും. സമൂഹ മാധ്യമങ്ങൾ ശക്തമായി തുടങ്ങിയൊരു കാലമായിരുന്നു. അതുവഴി ഹിജാബ് എന്ന സംഘടന വളർന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ ലോകവ്യാപകമായി മുസ്ലിം അമുസ്ലിം ഭേദം 120-ലധികം രാജ്യങ്ങളിൽ ജനങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. ലോക ഹിജാബ് ദിനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ 56 ഭാഷകളിൽ വിവർത്തനം ചെയ്തു കഴിഞ്ഞു. 32 രാജ്യങ്ങളിലെ 90ഓളം അംബാസഡർമാർ സംഘടനയ്ക്കുണ്ട്. 2011 മിസ് യൂണിവേഴ്സ് കരോളി നൈജീരിയൻ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ ഡോക്ടർ ആമിന നമാദി സാംബു, പ്രസിദ്ധ ചിന്തകൻ മുഫ്തി ഇസ്മായിൽ മൻടെക്, ഡോക്ടർ യാസിർ ഖാദി, ഷെയ്ഖ് ഉമർ സുലൈമാൻ തുടങ്ങിയവരൊക്കെ ഈ സംഘടനയുടെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.